കാത്തിരിക്കുന്ന മാസം പരിശുദ്ധമായ ഹജ്ജ് മാസമാണ്, അഥവാ ദുൽഹിജ്ജ എന്ന് പറയുന്ന പരിശുദ്ധമായ മാസം. പ്രത്യേകിച്ച് ഹജ്ജ് വേള നടക്കുന്ന ഈ സമയത്ത് ദുൽഹിജ്ജ മാസത്തിൽ എല്ലാ അപകടങ്ങളാകുന്ന യുദ്ധങ്ങൾ, അക്രമങ്ങളൊക്കെ ഹറാമാണ്. അത് ഇസ്ലാമിൻ്റെ നിയമമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചതാണ്, അള്ളാഹുവിൻ്റെ കൽപ്പനയാണ്. അതുകൊണ്ട് ഈ മാസത്തിൽ അത്തരത്തിലുള്ള തെറ്റായ, മനുഷ്യനെ വേദനിപ്പിക്കുന്ന യാതൊരു പ്രവർത്തനങ്ങളും ഇല്ലാത്ത ഈ മാസത്തിൽ എന്തുകൊണ്ടും ഏത് ഇബാദത്ത് ചെയ്യുമ്പോഴും 10 മടങ്ങ് അള്ളാഹുവിൽ നിന്ന് കൂലി കിട്ടാൻ ഏറെ സാധ്യതയുണ്ട്. അതുണ്ട് എന്ന് തന്നെയാണ് മഹാന്മാർ വിശദീകരിക്കുന്നത്. അതിനേറ്റവും സുപ്രധാനമായി നമുക്കവിടെ പറയാൻ പറ്റുന്നത് ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഒരു ഹദീത്തുണ്ട്. വളരെയേറെ അർത്ഥഗാംഭീര്യമുള്ള ഹദീത്തും കൂടിയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, മാമിൻ അയ്യാമിൻ അൽ അമലു സ്വാലിഹു ഫീഹാ എന്ന് പറഞ്ഞിട്ട് തുടങ്ങുന്ന ഹദീത്ത്, അഹബ്ബു ഇലല്ലാഹി മിൻ ഹാദിഹിൽ അയ്യാം. ഈ ദിവസങ്ങളിൽ അമല് ചെയ്യുന്നതിനേക്കാൾ മറ്റൊരു ഇഷ്ടപ്പെട്ട ദിവസം അള്ളാഹുവിനിക്കില്ല. അത്രയും അള്ളാഹുവിനിക്ക് ഇഷ്ടമുള്ളതാണ് ഈ ദിവസങ്ങളിൽ അമല് ചെയ്യുക എന്നുള്ളത്. അതിനെ വിശദീകരിച്ചുകൊണ്ട് മഹാന്മാർ പറയുന്നത് അയ്യാമുൽ അശ്ർ, ഈ പറയപ്പെടുന്ന ദുൽഹിജ്ജ മാസത്തിൻ്റെ 1 മുതൽ 10 വരെയുള്ള ദിവസങ്ങളെ കുറിച്ചാണ്. അത്രയും പ്രാധാന്യത്തോടെ കാണേണ്ടതാണ് ഈ ദിവസങ്ങളെ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ നമ്മോട് അറിയിക്കുന്നുണ്ട്. ഈ 10 ദിവസങ്ങൾക്ക് അത്രയും മഹത്വമുണ്ട്. അതിന് ഏറ്റവും പ്രധാനമായി നമുക്ക് മഹാന്മാർ അവരുടെ തഫ്സീർ ഗ്രന്ഥങ്ങളിൽ നമ്മൾ വിശദീകരിച്ച് പറയുന്നുണ്ട്. പലരും കേട്ടിട്ടുണ്ടാകാം സൂറത്തുൽ ഫജ്ർ, അത് ഓതൽ വളരെയേറെ മഹത്വമുണ്ട് എന്ന്. കഴിയുന്നവരൊക്കെ അത് ഓതാൻ വേണ്ടി ശ്രമിക്കണമെന്ന് അറിയിക്കുകയാണ്. ഇരിക്കട്ടെ, ആ സൂറത്തുൽ ഫജ്റിന് തുടക്കത്തിൽ തന്നെ പറയുന്നു വൽ ഫജ്രി വലയാലിൻ അശ്ർ. അവിടെ വലയാലിൻ അശ്റിനെ വിശദീകരിക്കുമ്പോൾ 10 രാത്രികൾ എന്ന് പറയുമ്പോൾ ദുൽഹിജ്ജയുടെ ആദ്യത്തെ 10 രാത്രികളാണെന്ന് മഹാന്മാർ അതിനെ പറയുന്നുണ്ട്. അതുപോലെ തന്നെ മഹാന്മാർ വൽ ഫജ്രി എന്ന് പറഞ്ഞാൽ അത് അറഫ ദിവസത്തിന്റെ പകലാണ്, അഥവാ സുബഹിന്റെ സമയമാണ് എന്നുവരെ മഹാന്മാർ അതിനെ വിശദീകരിച്ചിട്ടുണ്ട്. ഇതിലൊക്കെ മനസ്സിലാകുന്നത് ദുൽഹിജ്ജ മാസത്തിന്റെ മഹത്വങ്ങളാണ്. ഇരിക്കട്ടെ, മഹാന്മാർ അതിനെക്കുറിച്ച് വിശദീകരിച്ച് അവസാനം അവർ പറഞ്ഞു, ഈ ദിവസങ്ങളിൽ ഒരാൾ നോമ്പെടുക്കുകയാണെങ്കിൽ അവനിക്ക് 10 നിഅമത്തുകളെ അല്ലാഹു അവനിക്ക് കൊടുക്കുകയാണ്. നമുക്ക് ആവശ്യമുള്ളതുമാണ്. ഒന്ന്, അവന്റെ ആയുസ്സിൽ അല്ലാഹു ബർക്കത്ത് കൊടുക്കും. രണ്ടാമതായി, അവന്റെ സമ്പത്തിൽ, വീടാകട്ടെ, മക്കളാകട്ടെ, വാഹനമാകട്ടെ, ഏത് നിലക്കുള്ള സമ്പത്താണെങ്കിലും വിശാലമാക്കി അള്ളാഹു താല കൊടുക്കുകയാണ്. അതുപോലെ തന്നെ അവന്റെ കുടുംബങ്ങൾ അള്ളാഹു സൂക്ഷിക്കുമെന്നും, അതുപോലെ അവന്റെ കുറ്റങ്ങളൊക്കെ അള്ളാഹു പൊറുക്കാൻ അത് കാരണമാകുമെന്നും, അതുപോലെ അവന്റെ ഹസനാത്തുകൾ, നന്മകൾ ഇരട്ടിയാകാൻ അത് കാരണമാണെന്നും, അതുപോലെ മരണവേദന, വളരെയേറെ പ്രയാസമാണ് മരണം, ആ മരണവേദന പോലും അവനിക്ക് തസ്ഹീലുണ്ടാകും, എളുപ്പമുണ്ടാകുമെന്നും, അതുപോലെ ഖബറിൽ ഇരുട്ടാണെന്ന് എല്ലാവർക്കും അറിയാം, ആ ഖബർ വെളിച്ചമാകാൻ കാരണമാകുമെന്നും, അതുപോലെ നാളെ അല്ലാഹുവിന്റെ കോടതിയിൽ വിജയത്തിന്റെ അവസാന ഘട്ടമെന്നോളം മീസാനിൽ തൂക്കുന്ന വേളയിൽ അത് ആ മീസാനിൽ അവന്റെ നന്മകളെ കൂട്ടാൻ ഇത് കാരണമാണ് എന്നും, അതുപോലെ തന്നെ പ്രയാസങ്ങളുടെ ഘട്ടത്തിൽ, വിഷമഘട്ടത്തിൽ, ദുഃഖങ്ങളുടെ വേളയിൽ അവനിക്കിത് താങ്ങായി, രക്ഷകനായി നിൽക്കുമെന്നും, അവന്റെ സ്ഥാനങ്ങൾ, അവന്റെ പദവികൾ ഇലാഹിയായ രൂപത്തിൽ ആത്മീയ ചൈതന്യങ്ങൾ കയറിക്കൊണ്ടേയിരിക്കുമെന്ന് മഹാന്മാർ ഈ 10 ദിവസങ്ങളിൽ നോമ്പെടുത്താനുള്ള കൂലിയെക്കുറിച്ചിട്ട് വിശദീകരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. അതുപോലെ തന്നെ മഹാന്മാർ പറയുന്നുണ്ട്, മൂന്ന് 10കളെ ഈ 365 ദിവസങ്ങളിൽ 3 10കൾ അല്ലാഹു സ്പെഷ്യലായി എടുത്തിട്ടുണ്ട്. അതിൽ ഒരു 10ആണ് ദുൽഹിജ്ജയുടെ ആദ്യത്തെ 10 എന്നും, രണ്ടാമതായിട്ട് ഉള്ളത് റമദാൻ മാസത്തിന്റെ അവസാനത്തെ 10 എന്നും, മുഹറം മാസത്തിന്റെ ആദ്യത്തെ 10 എന്നും മഹാന്മാർ അതിനെ വിശദീകരിക്കുന്നുണ്ട്. കാരണം ഈ ദിവസങ്ങളിൽ ഒരുപാട് അത്ഭുതകരമായ സംഭവങ്ങൾ, ഈ 10 ദിവസങ്ങളിൽ തർവിയത്തിന്റെ ദിവസം എന്ന് 8ാമത്തെ രാത്രിക്ക് പറയാറുണ്ട്, ആ ദിവസത്തിലേക്ക് പറയാറുണ്ട്. അറഫ ദിവസം എന്ന് 9ാം ദിവസത്തിലേക്ക് പറയാറുണ്ട്. ഈദുൽ അദ്ഹ, അതല്ലെങ്കിൽ വലിയ പെരുന്നാൾ, ഈദുൽ നഹർ എന്ന പല പേരിൽ അറിയപ്പെടുന്ന വലിയ പെരുന്നാൾ ഈ ദിവസത്തിലാണുള്ളത്. തൽബിയത്തിന്റെ ദിവസമാണ്, അതുപോലെ ഹജ്ജിന്റെ ദിവസമാണ്. ഒരുപാട് കർമ്മങ്ങളുടെ ദിവസങ്ങളിൽപ്പെട്ട ദിവസങ്ങളാണ്
ദുൽഹിജ്ജയുടെ ആദ്യത്തെ 10. അതുകൊണ്ട് തന്നെ ഈ ദുൽഹിജ്ജയുടെ ആദ്യത്തെ 10 എനിക്ക് ധാരാളം ബറക്കത്തുകൾ, ഒരുപാട് അത്ഭുതങ്ങൾ തന്നെ ഉണ്ട് എന്ന് മഹാന്മാർ പറയുന്നതായി നമുക്ക് കാണാൻ പറ്റും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ ദിവസത്തെ വളരെയേറെ മഹത്വത്തോടെ കണ്ടതായിട്ട് നമുക്ക് കാണാൻ കഴിയും. ഹദീസുകളിൽ നമുക്ക് കാണാം, ആരെങ്കിലും ഈ 10 ദിവസങ്ങളിൽ നോമ്പെടുത്താൽ അവൻ അല്ലാഹുവിന്റെ അരികിൽ വലിയ പദവിയുള്ളവനായി മാറാൻ കഴിയുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ ദിവസത്തെക്കുറിച്ച് അതിമഹോന്നതമായി പരാമർശിക്കുന്ന വേളയിൽ ജിഹാദിനെ കുറിച്ച് ചോദിച്ചപ്പോൾ അവിടെ അതിനെ വിശദീകരിക്കുന്നുണ്ട്. എങ്കിലും ഈ 10 ദിവസങ്ങളെ വളരെയേറെ പ്രാധാന്യത്തോടെ കാണാൻ വേണ്ടി സ്വഹാബത്തുൽ കിറാമിനോട് അല്ലാഹു തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതായി നമുക്ക് കാണാൻ കഴിയും. എത്രത്തോളം നാം മനസ്സിലാക്കേണ്ടത്, മൂസാ നബി അലൈഹിസ്സലാം ഒരുപാട് തവണ അള്ളാഹുവിനോട് ദുആയിരുന്നു. എന്നിട്ട് പറഞ്ഞു, ഫലം തുജിബ്ലി, എനിക്ക് ദുആക്കൊന്നും, എന്റെ ദഅവത്തി, എന്റെ ദുആക്കൊന്നും ഉത്തരം കിട്ടുന്നില്ലല്ലോ റബ്ബേ എന്ന് ചോദിച്ചപ്പോൾ അള്ളാഹുവിന്റെ മറുപടി, ഓ മൂസാ നബിയെ, നിങ്ങൾക്ക് ഞാൻ ദുആരക്കാൻ വേണ്ടി ഒരു ദിവസങ്ങൾ ഞാൻ നിനക്ക് പറഞ്ഞു തരാം. ആ ദിവസങ്ങളെ കുറിച്ച് ഏതാണെന്ന് ചോദിച്ചപ്പോൾ അള്ളാഹു തആല പറയുന്നു, ഇദാ ദഖല അയ്യാമുൽ അശ്ർ മിൻ ദിൽഹിജ്ജ, ദുൽഹിജ്ജ മാസം കടന്നു വന്നാൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ദിക്റും ചൊല്ലിയിട്ട് എൻ്റെ അരികിലേക്ക് ദുആയുമായിട്ട് നിങ്ങൾ വന്നാൽ തീർച്ചയായിട്ടും ഞാൻ ആ ദുആക്ക് ഉത്തരം നൽകുമെന്ന് അല്ലാഹു റബ്ബ് സുബ്ഹാനഹു തആല അവിടുത്തെ കലീമുല്ലാഹ് എന്ന പേരിൽ അറിയപ്പെടുന്ന മൂസാ നബി അലൈഹിസ്സലാമിനോട് പറഞ്ഞതായി നമുക്ക് കിതാബുകളിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയും. അങ്ങനെ ധാരാളം അത്ഭുതങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ദിവസങ്ങളാണ് പ്രത്യേകമായിട്ടും ഈ 10 ദിവസങ്ങൾ എന്ന് നിങ്ങളോട് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു തആല നമുക്ക് നല്ല രൂപത്തിൽ ഈ മഹത്തായ ദിവസങ്ങളെ ബഹുമാനിക്കാൻ അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. അതുപോലെ തന്നെ 5 രാത്രികൾ ദുആക്ക് ഇജാബത്ത് കിട്ടുന്ന 5 രാത്രികൾ എണ്ണി പറയുന്നവിടെ പല രാത്രികളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിലും 5 രാത്രികളെ കുറിച്ച് പറഞ്ഞവിടെ അവിടെ പ്രത്യേകമായും പറഞ്ഞത് തർവിയത്തിന്റെ ദിവസമാകുന്ന ദുൽഹിജ്ജയുടെ 8-ാം ദിവസവും അറഫാ ദിവസത്തിന്റെ രാത്രിയും പെരുന്നാളിന്റെ രാത്രിയിൽ വളരെയേറെ ദുആക്ക് ഇജാബത്ത് കിട്ടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ 10 ദിവസങ്ങളിൽ കഴിയുന്നത്ര ഇബാദത്തുകളിലായി മറ്റുള്ള അനാവശ്യങ്ങൾ ഏർപ്പെടുന്നതിനേക്കാളും നന്മയിലേക്ക് ഏർപ്പെട്ടുകൊണ്ട് ഈ ദിവസത്തെ എല്ലാവരും പ്രധാനമായി കണക്കിലെടുക്കണമെന്ന് വളരെ സ്നേഹത്തോടെ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ മഹത്തായ താജുൽ ശരീഅ ദർസിന്റെ എല്ലാ കാര്യങ്ങളും വളരെ റാഹത്തോടെ നടന്നു വരുന്നുണ്ട്. ദർസൊക്കെ ആരംഭിച്ചു. അൽഹംദുലില്ലാഹ്. അല്ലാഹു തആല ഖബൂലാക്കി പെരുമാറാവട്ടെ. നിങ്ങളുടെ പിന്തുണയും നിങ്ങളുടെ സഹായവും എല്ലാ രൂപത്തിലും ഉണ്ടാകണമെന്നും താലിമീങ്ങൾ പിടിക്കുന്നുണ്ട്. ഉസ്താദന്മാർ എവിടെയുണ്ട്, ഭക്ഷണത്തിനും മറ്റുള്ള സൗകര്യങ്ങളും അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളെല്ലാവരും ആ വിഷയത്തിൽ കൈകോർക്കണമെന്നും അഡ്മിഷൻ കാര്യം ഇപ്പോഴും ഓരോ നാളുകളായി അവിടെ വരുന്ന അഡ്മിഷൻ ചോദിക്കുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് നിങ്ങൾക്ക് കഴിയുന്ന രൂപത്തിൽ അതിനെ സഹായിക്കാനും സഹകരിക്കാനും മനസ്സ് കാണിക്കണമെന്ന് വളരെ സ്നേഹത്തോടെ ഓർമ്മപ്പെടുത്തി താജുൽ ശരീഅ അലിക്കുഞ്ഞി ഉസ്താദിന്റെ എല്ലാവിധ മദതും പൊരുത്തവും ഞങ്ങൾക്ക് എല്ലാവർക്കും നൽകി അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ എന്ന് ദുആ ചെയ്തുകൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.